കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് പിള്ളെ. വെൽക്കം ടു പ്രസ്റ്റീജ് ആൻഡ് ഡിഷ് ഗോൾഡ് കോ പ്രസൻസ് ഒന്നെന്ന രുചി. റിഫ്രഷ്മെന്റ് പാർട്ണർ ഈസ്റ്റി, ബ്രേക്ക്ഫാസ്റ്റ് പാർട്ണർ മേജർ ഫുഡ്സ് ആൻഡ് ഇലക്ട്രോണിക്സ് പാർട്ണർ പിറ്റാപ്പള്ളി ഏജൻസീസ്. ഇന്നത്തെ അതിഥിയെ നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മുടെ സി കേരള കുടുംബത്തിലെ കാർത്തിക ദീപം സീരിയലിലൊക്കെ നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കഥാപാത്രമായിട്ട് നമ്മളെയൊക്കെ ഞെട്ടിച്ച മഞ്ജുവാണ്. ഭയങ്കര കുശുംബിയാണ്. നമുക്കറിയത്തില്ല ഇവിടെ എന്താ കൊണ്ടുവരുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം ദിവ്യ. നമസ്കാരം. നമസ്കാരം. നമ്മൾ നിങ്ങളുടെ സീരിയലൊക്കെ കണ്ട് നിങ്ങളുടെ കഥാപാത്രമൊക്കെ കണ്ട് ഇങ്ങനെ, അതുകൊണ്ട് നമ്മൾ സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്തതാണ് ഈ കുശുമ്പൊക്കെ ഉള്ള ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് റെസിപ്പി ഉണ്ടാക്കണമെന്ന്. എന്ത് റെസിപ്പിയാണ് നീ ചെയ്യാൻ പോകുന്നത്? ഇന്ന് ബീഫ് വരട്ടിയതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്വന്തം റെസിപ്പിയാണോ? അല്ല, അമ്മയുടെയാണ്. അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഇവിടെ വരുമ്പോ എന്താവും എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എന്റേതായ രീതിയിലും കൂടി ഞാൻ ഉണ്ടാക്കുന്നു. ദിവ്യയുടെ ഒരു സ്പെഷ്യൽ ബീഫ് വരട്ടിയത് കാണാൻ പോവുകയാണ്. ദിവ്യയുടെ ബീഫ് കഴിക്കാൻ വേണ്ടിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പറഞ്ഞ അമ്മയുടെ റെസിപ്പിക്ക് പറഞ്ഞ പ്രകാരമുള്ള എല്ലാ സാധനങ്ങളും തന്നിട്ടുണ്ട്. തേങ്ങാക്കത്തുണ്ട്, ചുവന്നുള്ളിയുണ്ട്, ബീഫ് പറഞ്ഞ പോലെ വേവിച്ച് വെച്ചിട്ടുണ്ട്, ഇഞ്ചി, ഉള്ളി, തക്കാളി, മസാലപ്പൊടികൾ, മല്ലിയില വേണമെന്ന് പറഞ്ഞാൽ അതുമുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ. അപ്പൊ അത് തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയണ്ട. മഞ്ജുവിനെ കുറിച്ചാണ്. ശരിക്കും അത്രയ്ക്കും കുശുംബിയാണോ? അത്രയ്ക്ക് കുശുംബിയല്ല. ഇതുവരെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ എടീന്ന് വിളിച്ചാൽ കരയുന്ന ഒരു ടൈപ്പാണ് ഞാൻ ശരിക്കും. എനിക്ക് വേഗം സങ്കടം വരും, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. പക്ഷെ എല്ലാരും സ്ക്രീനിൽ കാണുമ്പോൾ പറയും, എന്റെ ദിവ്യ നീ എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നത്. അവർക്ക് കാണുമ്പോൾ, എന്നെ അറിയാത്തവർക്ക് ഭയങ്കര ദേഷ്യ. പുറത്ത് പോകാൻ നേരത്തെ അമ്മമാരൊക്കെ കാണുമ്പോൾ പറയും, മോളെ ഇങ്ങനെയൊന്നും ചെയ്യരുത് നീ ആ കുട്ടീനെ, അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ പറയും. ഓക്കെ. അപ്പൊ ഈ റെസിപ്പിയെ കുറിച്ച് പറഞ്ഞു. അമ്മ ഇത് ശരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടോ അതോ അമ്മ ഉണ്ടാക്കി തന്ന് കഴിച്ചിട്ടേ ഉള്ളൂ? സത്യം പറഞ്ഞ ഞാനിവിടെ ഫസ്റ്റ് ടൈം ആണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആദ്യമായിട്ട് ഒരു ടെലിവിഷൻ ഷോയിൽ വന്ന് കുക്ക് ചെയ്യാൻ പോകുന്നതിന്റെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. പരീക്ഷിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതാ. കാരണം ഞാൻ കൂടുതൽ ഞാൻ ഈ 4 മണി പലഹാരങ്ങള് ഉന്നക്ക ഇഷ്ടമാണ്. പിന്നെ എന്റെ ഫേവറേറ്റ് സാൻഡ്വിച്ച് ഉണ്ട്. ഞാൻ ബ്രെഡ് വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കഴിക്കുന്നവർക്കും അത് ഇഷ്ടമാണ്. ഓക്കെ. നമുക്ക് അതിന് മുമ്പ് ശരി ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. എങ്ങനെ തുടങ്ങുന്നത്? എങ്ങനെ എന്ത് വെച്ചിട്ട്? വെളിച്ചെണ്ണ. ഓക്കെ. വെളിച്ചെണ്ണ, വല്യുള്ളി. ഞാൻ ഈ ജിഞ്ചർ ഗാർലിക് എപ്പോഴും വല്യുള്ളിയും അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇടാറുള്ളൂ. കാരണം സ്റ്റാർട്ടിങ്ങിൽ ഇടുമ്പോൾ ചിലപ്പോൾ കരിഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചു. എന്റെ അമ്മ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, നീ അത് പിന്നെ ഇട്ടാൽ മതി. അമ്മയൊക്കെ ഇത് കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മ കണ്ടിട്ട് നോക്കട്ടെ. അമ്മ എന്റെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, നീ എന്റെ പേര് കളയരുത്. കോഴിക്കോട്ടുകാരൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നത് അവിടത്തേക്ക് ഭക്ഷണപ്രിയരാ. നല്ല അമ്മ ഉണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് ഏതാണ്? അമ്മ ബീഫ് കറി ഉണ്ടാക്കും, പിന്നെ ബിരിയാണി ഉണ്ടാക്കും. എനിക്കെല്ലാം ഇഷ്ടം. അമ്മയുടെ എല്ലാ ഫുഡും എനിക്ക് ഇഷ്ടമാണ്. ഇതിന്റെ കൂടെ നമുക്ക് ചെറിയുള്ളിയും കൂടി ഇടാം. പിന്നെ വേറെ എന്തൊക്കെയാണ് ഹോബീസ്, കാര്യങ്ങൾ? ഇപ്പൊ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയങ്ങളിൽ ഡാൻസറാണ്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഡാൻസ് ക്ലാസ് ഉണ്ട്. പിന്നെ വേറെ സ്ഥലത്ത് പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. ചേച്ചിയാണ് മെയിൻ. അപ്പൊ ഞാനും കൂടെ പോകും, പഠിപ്പിക്കും. അപ്പൊ നമുക്ക് ഉള്ളി നന്നായിട്ട് വാടി വരുന്നുണ്ട്. അപ്പൊ ഇറച്ചി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇറച്ചി എങ്ങനെ വേവിച്ചു, എങ്ങനെ മറിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കും. ബീഫ് ചെയ്തിരിക്കുന്നത് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് വെളിച്ചെണ്ണ, പെപ്പർ പൗഡർ, ഇതെല്ലാം കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്തത്. അപ്പൊ ഇത് വേവിച്ച്, ഇത് ഇറച്ചി വരട്ടിയതാണ്, ബീഫ് വരട്ടി എന്നുള്ള ഒരു ഡിഷാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇറച്ചി അവർ നേരത്തെ വേവിച്ച് വെച്ച് മസാലയൊക്കെ ഒന്ന് തിരുമ്മി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം വെച്ചിട്ട് വേവിച്ചിട്ട് അതിന്റെ മസാല ഉണ്ടാക്കി അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വരട്ടിയെടുക്കുന്നത് അല്ലേ? ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇടുന്നത് അല്ലേ?
ഇറച്ചി ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ടിപ്സ്, വേറെ എന്തെങ്കിലും അമ്മ എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ടോ? വേറെ ടിപ്സ്, വറുത്തിടുന്നത് ഒന്നുകൂടി ടേസ്റ്റ് കൂടാറുണ്ട് എന്ന് പറയാറുണ്ട്. പിന്നെ എനിക്ക് വേറൊരു സജഷൻ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇതിന്റെ ലാസ്റ്റ് പഞ്ചസാര ഇടുന്ന ഒരു സംഭവം. ഷുഗർ ഇടുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് അതിന്റെ ആ പുളി സാധാരണ പുളിയെ ബാലൻസ് ചെയ്യാനാണ്, പുളിയെ എരിവിനെയും കൂടെ. ഇത് പുളി എരിവും കൂടെ ചേരുന്നത് ഇപ്പം മീൻകറി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കറികളൊക്കെ ഉള്ളപ്പം 2 നുള്ളു പഞ്ചസാരയൊക്കെ ചിലരൊക്കെ ഇടാറുണ്ട്. ഓക്കെ, അപ്പം എത്ര നാളായി ഈ ഒരു മേഖലയിലേക്ക് വന്നത്, അഭിനയ രംഗത്തേക്ക് വന്നത്? 3 വർഷം. 3 വർഷം. ഇത് ഫസ്റ്റ് പ്രൊജക്ട് ഇതാണ്? അല്ല, ഞാൻ ഇതിനു മുമ്പ് വേറെ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹീറോയിനായിട്ട് ചെയ്തു. പിന്നെ അതിനുശേഷം നല്ല നല്ല ക്യാരക്ടർ നെഗറ്റീവ് ക്യാരക്ടർ റോള് വരുന്നു. അപ്പൊ അത് ഫസ്റ്റ് തന്നെ നമുക്ക് അങ്ങനെ റോള് വരുമ്പോൾ അത് എടുക്കാൻ തയ്യാറാണോ? ഞാൻ തയ്യാറല്ലായിരുന്നു. എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു നെഗറ്റീവ് ചെയ്യാൻ. കാരണം ഒരു കാര്യം പറയാം, ഈ നെഗറ്റീവ് റോള് ചെയ്യുമ്പോഴാണ് ശരിക്കും ഒരു അഭിനേതാവിന്റെ ചലഞ്ച് ആവുന്നത്. പക്ഷെ എനിക്ക് നെഗറ്റീവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഞാൻ വിചാരിച്ച് കൂടുതൽ ഹേറ്റേഴ്സ് വരും, അപ്പോൾ നമ്മളോടൊരു ഇഷ്ടം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ അങ്ങോട്ട് ചെയ്തു. മസാല ഇടേണ്ട ടൈമായി. ഇനി നമുക്ക് കുറച്ച് ഇത് തക്കാളിയും കൂടി ഇടാം. പഠിച്ച സ്കൂളും കാര്യങ്ങളൊക്കെ കോഴിക്കോടാണ്? ഞാൻ കോഴിക്കോട് കൊടുവള്ളിയാണ് ഞാൻ പഠിച്ചത്. ഞങ്ങൾ അവിടെയാണ് വീട്. പക്ഷെ പ്രോപ്പർ പ്ലേസ് കൊല്ലമാണ്. കൊല്ലം അഞ്ചലാണ് അമ്മയുടെയും പപ്പയുടെയും പ്രോപ്പർ പ്ലേസ്. അപ്പൊ ഞങ്ങളിവിടെ പപ്പയുടെ ജോലി സംബന്ധമായിട്ടൊക്കെ അങ്ങനെ കോഴിക്കോട് വന്നതാണ്. കോഴിക്കോട് ഇടയ്ക്ക് കയറി വരും, ഇടയ്ക്ക് കൊല്ലവും കയറി വരും, രണ്ടും കൂടി മിക്സാ. നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടാലോ? പിന്നെ മല്ലിപ്പൊടി. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചാണല്ലോ മുളക് പൊടിയുടെ ഒക്കെ പുറത്തു പോകുന്നത്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. കരിയാനുള്ള സാധ്യതകൾ ഇങ്ങനെ കാണുന്നുണ്ട്. വീട്ടിൽ നല്ല എരിവ് വേണം പപ്പയ്ക്കും അമ്മയ്ക്കും ഒക്കെ. എരിവിന്റെ ആളാ. പിന്നെ കുരുമുളക് പൊടിയൊക്കെ ഇഷ്ടംപോലെ ഇടും. തേങ്ങാക്കൊത്ത് ഇപ്പം തന്നെ ഇടും. മറന്നതല്ല, അമ്മ പ്രത്യേകിച്ച് പറഞ്ഞത് നീ ഉണ്ടാക്കുന്ന സമയത്ത് ഇടണേന്ന്. ശരിക്കും തേങ്ങാക്കൊത്ത് ജസ്റ്റ് വറുത്തിട്ടിടുന്നത് ഒന്നുകൂടി ടേസ്റ്റ് ആണ്. മൂപ്പിച്ചിടുമ്പോ ഉപ്പിന്റെ കാര്യം ഞാൻ കൈകൊണ്ട് എടുത്തുള്ളൂ. എനിക്കൊരൊറ്റ റൗണ്ടാണ് എൻ്റെ ഉപ്പിന്റെ അളവ് എന്ന് പറയുന്നത്. ഞാൻ ഈ സ്പൂണില് അങ്ങനെ ഇടത്തേയില്ല. ഇനി നമുക്കിത് ബീഫ് ഇടാം. വേറൊരു പൊടിയുണ്ട്, അത് അവസാനം ഇടാൻ പറ്റില്ല. അത് ലാസ്റ്റ് അത് പിന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി കുറച്ച് ഗരം മസാല അല്ലേ? അപ്പം ഈ റെസിപ്പി എവിടം വരെ ആയെന്ന് പറയാം. ഇറച്ചി ആദ്യം വേവിച്ച് വെച്ചു എന്ന് പറഞ്ഞു. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള ഉള്ളി ചോപ്പ് ചെയ്ത് വഴറ്റി അതിനകത്തേക്ക് പിന്നെ ചെറിയുള്ളി ഇട്ടു, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക്, കുറച്ച് ഗരം മസാല, തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഈ വേവിച്ച ബീഫ് ഇട്ടു. അപ്പോൾ ആ ഒരു പരുവത്തിൽ നിൽക്കുകയാണ്. അതിനകത്ത് തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട്. വേറെ സാധനം ഇട്ടിട്ടില്ല കേട്ടോ. അല്ല, പച്ചമുളക്. കാണാൻ നല്ല നിറമാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കിപ്പോൾ അറിയാം ആ കറി എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും ഫൈനൽ പ്രൊഡക്റ്റ് മികച്ചതാക്കാന്നുള്ളതാണ്. ടേസ്റ്റിന്റെ കാര്യം എനിക്കറിയില്ല, പക്ഷെ കാണാൻ സാധ്യമാണ്. ഉപ്പ് മതിയായി. ഒന്നും കൂടി കർക്കിടകത്തിന് ഇടാം അല്ലേ? ശകലം ഇട്ടോ, മതി, ഇത്രയും മതി. യെസ്. ഇനി അങ്ങോട്ട് കുറച്ച് മല്ലിയിലെ അങ്ങോട്ട് വാരി വിതറും. പ്രൊഫഷണൽ ഇളക്ക്. ഇങ്ങനെ എന്തായാലും നമുക്ക് പറ്റത്തില്ല കേട്ടോ. ഇതിങ്ങനെ ഡ്രൈ ആയിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആരായാലും കഴിച്ചു. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ബീഫ് വരട്ടിയത് റെഡിയായി. ഞാൻ ടേസ്റ്റ് ചെയ്യാണ്. നോക്കട്ടെ. കാണുമ്പോൾ തന്നെ നമുക്കറിയാം. തേങ്ങാക്കൊത്ത്
മസാല എല്ലാം കൃത്യമായിട്ട്. സത്യം പറയാം, നിങ്ങൾ പേടിച്ചാണ് ഇട്ടാണ്ടായാലും ഫൈനൽ പ്രൊഡക്റ്റ് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് വന്നു. താങ്ക് യു. പക്ഷെ പോകുന്നതിന് മുമ്പ് നമ്മളൊരു സമ്മാനം കൂടെ തരും. ഇത് അമ്മയ്ക്കാണ്, ശരിക്കും അമ്മയ്ക്കായിട്ടാണ് ഗിഫ്റ്റ് തരുന്നത്. ഇനി ബീഫ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ പ്രസ്റ്റീജിന്റെ ഫ്ലിപ്പ് ഓൺ പ്രഷർ കുക്കർ, ഇതൊരു അടിപൊളി പുതിയ ഒരു മോഡേൺ സംഭവമാണ്. ഇത് വെച്ച് ബോയിൽ ചെയ്ത് ഇതിനകത്ത് വേണേൽ നമുക്ക് എന്ത് വേണേലും കുക്ക് ചെയ്യാം. അപ്പൊ താങ്ക് യു വൺസ് അഗൈൻ. താങ്ക് യു സോ മച്ച്. നമസ്കാരം. അങ്ങനെ നമ്മുടെ സെലിബ്രിറ്റിയുടെ റെസിപ്പിയെ കണ്ട് ഇനി എൻ്റെ വക ഒരു വെറൈറ്റി സംഭവം നിങ്ങൾക്ക് വേണ്ടി കാണിക്കുകയാണ്. പാസ്തയൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ പാസ്ത വെച്ചൊരു നാടൻ വിഭവമാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫിഷ് മോളിയാണ്. അപ്പോൾ ഫിഷ് മോളിയുടെ വെച്ചിട്ട് ചെമ്മീൻ മോളി വെച്ചിട്ട് അതിനകത്ത് പാസ്ത നമ്മൾ ഇതിനകത്ത് ഇന്ന് മാക്രോണിയും ഫിസിലിയാണുള്ളത്. ഇതൊരു വെറൈറ്റി സംഭവമാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. പാസ്ത ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു കേരള ടച്ചിൽ ഒരു ഫ്യൂഷൻ സംഭവമാണിത്. പക്ഷേ അതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്ത ഈ ചെമ്മീൻ ആയതുകൊണ്ട് നമ്മൾ ചെമ്മീൻ വാങ്ങിച്ചു, അതിൻ്റെ ക്ലീൻ ചെയ്തു. ചെമ്മീൻ്റെ തലയുണ്ട്, ഈ സാധാരണ ചെമ്മീൻ്റെ തല എല്ലാവരും എടുത്ത് കളയും. ഇതിൻ്റെ ഏറ്റവും ചെമ്മീൻ്റെ ഫ്ലേവർ എല്ലാം ഇരിക്കുന്ന ഈ തലയ്ക്കകത്താണ്. അപ്പോൾ ഈ തല കളയാതെ തല വെച്ചിട്ട് നമ്മളൊരു സ്റ്റോക്ക് ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റോക്ക് ഉണ്ടാക്കി തുടങ്ങാം. അത് ശരിക്കും ചെറിയൊരു ബട്ടറിലാണ് നമ്മളിത് സോട്ട് ചെയ്യുന്നത്. സാധാരണ ഇത് കറി വെക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയ്ക്കകത്ത് മതി. പക്ഷേ ഇത് പാസ്തയായിട്ട് ഞാൻ ലേശം ബട്ടറിലാണ് ഈ ചെമ്മീൻ്റെ തല സോട്ട് ചെയ്യുന്നത്. ഈ ചെമ്മീൻ്റെ തല ഈ വെളിച്ചെണ്ണയ്ക്കകത്തോ എണ്ണയ്ക്കകത്തോ ഈ ഷെല്ല് വരുമ്പോൾ നല്ല പിങ്ക് കളറിലായിട്ട് അതിൻ്റെ ഫ്ലേവർ മൊത്തം വരും. അതിലേക്ക് ലേശം വെളുത്തുള്ളി ഇടാം, 1-2 കറിവേപ്പില ഇടാം. ചെമ്മീൻ്റെ തല എണ്ണയ്ക്കകത്തൊന്ന് മൂത്ത് വരുമ്പോൾ അതിൻ്റെ നിറം മാറി വരുന്ന കാണാം, പിങ്കായിട്ട് വരും. ആ പിങ്ക് ആവുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതിപ്പോൾ നമ്മുടെ ഒരു ഫിഷ് മോളി ആയതുകൊണ്ട്, നമ്മൾ യെല്ലോയിഷ് കളർ ആയതുകൊണ്ട് ഒരു പിഞ്ച് ഓഫ് ടർമറിക്, ഒരു ലേശം മഞ്ഞൾപ്പൊടിയാണ് ഇതിനകത്ത് ഇടുന്നത്. അപ്പോൾ ആ ചെമ്മീൻ്റെ തല നെയ്ക്കകത്ത് ബട്ടറിനകത്ത് നന്നായിട്ട് സോട്ടായി. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങുകയാണ്. നമ്മളിതിന് സ്റ്റോക്കിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഇവിടുന്ന് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് പ്രോൺ മോളി ഉണ്ടാക്കുക. ബട്ടർ ഒന്ന് മെൽറ്റ് ആവണം. അങ്ങനെ ബട്ടർ മെൽറ്റായപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു 2 മണി ഉലുവയാണ് ഇടുന്നത്. സാധാരണ ഒരു ഫിഷ് മോളിക്ക് സാധാരണ ഈ പാസ്തയിലൊന്നും ആരും ഇടില്ല. ഇത് നമ്മുടെ ഒരു ഫ്യൂഷൻ ആയതുകൊണ്ട് 2 മണി ഉലുവ ഇതിനകത്ത് ഇടുകയാണ്. അപ്പോൾ ഉലുവ ബട്ടറിനകത്ത് ഒന്ന് മൂത്ത് വരണം. കുറച്ച് വെളുത്തുള്ളി ഗാർലിക് സ്ലൈസ് ചെയ്തതാണ്, ലേശം ഇഞ്ചി ചോപ്പ് ചെയ്തത്, ഓണിയൻ ചോപ്പ് ചെയ്തത്, എരിവിൻ്റെ അളവനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ എരിവ് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ പച്ചമുളകിൻ്റെ വളരെ കുറച്ചിട്ടാൽ മതി. കാരണം ഇതൊരു സ്പൈസി അല്ലാത്തൊരു ഡിഷാണ്. നമ്മുടെ സ്റ്റോക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഈ വെള്ളത്തിനകത്ത് ചെമ്മീൻ്റെ മുഴുവൻ സ്വാദുണ്ട്. ഇത് സ്ട്രെയിൻ ചെയ്തതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ആ ചെമ്മീൻ്റെ സ്വാദ് നിറഞ്ഞ ആ ഒരു ചാറായിട്ട് മാറി വരും. അപ്പോൾ ലേശം കറിവേപ്പില ഇതിനകത്ത് ചേർക്കാം. ഉള്ളിയൊന്നും ഒരുപാട് വാടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ആയാൽ മതി. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ തന്നെ ഇതിടാം. അതിലേക്ക് നമ്മുടെ ചെമ്മീൻ, ലേശം കൂടെ ബട്ടർ ചേർക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതിനാകെ ഉള്ള സ്പൈസസ് നമ്മുടെ ഫിഷ് മോളിയുടെ സ്പൈസസ് ആയിട്ട് മഞ്ഞൾപ്പൊടിയാണ്. ചിലർ മുളക് പൊടി ചേർക്കാറുണ്ട്. ഇതിനകത്ത് മുളക് പൊടി ഒട്ടും ചേർക്കുന്നില്ല, മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇതിൻ്റെ ഒരു. ചെമ്മീൻ വളരെ വേഗം കുക്ക് ചെയ്യുന്ന നമുക്കൊക്കെ അറിയാം. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. അതിലേക്ക് നമ്മുടെ സ്റ്റോക്ക്, ഇപ്പോൾ ചെമ്മീൻ്റെ മുഴുവൻ ഫ്ലേവേഴ്സും അടങ്ങിയ സ്റ്റോക്കാണ് ഞാൻ ഇതിനകത്ത് ചാറായിട്ട് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് അരിച്ചെടുക്കാം. ഞാനത് തെളിച്ച് ഇതിനകത്ത് ഒഴിക്കുകയാണ്, മറ്റുള്ള ഷെല്ലൊന്നും വരാത്ത രീതിയിൽ. കല്ലുപ്പാണ്. അപ്പോൾ സ്റ്റോക്കിനകത്ത് ചെമ്മീൻ കുക്കായി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ചേർക്കേണ്ടത് ഒരു പാസ്ത എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ക്രീമി പാസ്തയുണ്ട്, അങ്ങനെ പലതരം പാസ്ത ഉണ്ട്. അപ്പോൾ ഇതൊരു തേങ്ങാപ്പാൽ ഫിഷ് മോളിയുടെ ആ സോസ് കുറുകി, ആ ഒരു സോസിൻ്റെ കുറുകി വരുന്ന സമയത്ത് അതിലേക്ക് പാസ്ത ഇട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒരു നാടൻ രുചിയും അതുപോലെ തന്നെ ഒരു വെസ്റ്റേൺ രുചിയും കൂടെ നിങ്ങൾക്ക് കിട്ടും.
തേങ്ങാപ്പാൽ എത്രമാത്രം പാസ്ത വേണോ അതനുസരിച്ച് നമുക്ക് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. ശരിക്കും ഫിഷ് മോളി എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതൊരു പോർച്ചുഗീസുകാർ കൊണ്ടുവന്നൊരു ഡിഷാണ്. ഉപ്പ്, പുളി, മധുരം, എരിവ് ഇതെല്ലാം ഒരേ രീതിയിൽ ഒന്നിൻ്റെ മുൻപിൽ പോകരുത്. അതാണ് അതിൻ്റെ ഒരു ശരിക്കുള്ള ഫിഷ് മോളി എന്ന് പറയുന്നത്. അപ്പോൾ പാലിങ്ങനെ തിളച്ചു. ഫിഷ് മോളിയുടെ ഗാർണിഷായിട്ട് നമ്മൾ എപ്പോഴും തക്കാളിയാണ് വയ്ക്കുക. തക്കാളി വട്ടത്തിൽ നിങ്ങൾ അരിഞ്ഞ്, ഫിഷ് മോളിയൊക്കെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ പീസായിട്ടുള്ള തക്കാളി കിട്ടും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് തക്കാളിയുടെ പീസ് ഒരു ഗാർണിഷ് പോലാണിത്. ഇതിട്ടു. പാലൊന്ന് കുറുകി വരുന്ന, ഒന്ന് തിളച്ച് കുറുകുന്ന പരുവത്തിൽ പാസ്ത ഇടുക, മിക്സ് ചെയ്യുക വളരെ വേഗം. പാല് കുറുകി നമ്മൾ അതിലേക്ക് നമുക്ക് പാസ്ത ഇടാം. ആ പാല് കറക്റ്റ് മൂടി നിൽക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടെ തിളച്ച് കഴിഞ്ഞാൽ ആ പാസ്തേനെ കുറുക്കി പെരട്ടി എടുക്കുന്ന ഒരു പരുവത്തിൽ നമ്മൾ സാധാരണ പാസ്ത കഴിക്കുന്ന അതേ കൺസിസ്റ്റൻസിയിൽ ഇത് റെഡിയാണ്. ക്രഷ് ചെയ്ത ബ്ലാക്ക് പെപ്പറാണ് ഇതിൻ്റെ അവസാനമായിട്ട് നമ്മൾ ഇടുന്നത്. ലേശം ബ്ലാക്ക് പെപ്പർ ഇട്ടു. തേങ്ങാപ്പാലാണ്. അപ്പോൾ ഇത് ഓഫ് ചെയ്ത് ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞാൽ കറക്റ്റ് തിക്നെസ് ആവും. ആ ഒരു പരുവത്തിൽ നമ്മളിത് ഓഫ് ചെയ്യണം. അങ്ങനെ ഒരു 10 മിനിറ്റ്സ് കൊണ്ട് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി റെസിപ്പിയാണ് പ്രോൺ മോളി പാസ്ത റെഡിയാണ്. എൻ്റെ പേര് ഷെജില. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് മുട്ടമാലയാണ്. അപ്പോൾ കോഴിക്കോട്ടുകാർക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ള ഒരു ഡെസേർട്ടാണ് മുട്ടമാല. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നമ്മൾക്ക് നോക്കാം. ഞാനിപ്പോൾ മുട്ടമാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 20 മുട്ടയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ മുട്ടയുടെ വൈറ്റും യെല്ലോയും ഒന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ വൈറ്റ് യെല്ലോയുടെ ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു അരിപ്പേ കൂടി നമുക്ക് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും മുട്ടയുടെ യെല്ലോയിലുള്ള ഈ ഒരു പാട. അപ്പോൾ ഈ പാട കളയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ പഞ്ചസാര എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതേ അളവ് തന്നെ നമ്മൾ വെള്ളം എടുക്കണം. അപ്പോൾ ഞാൻ ഇതിന് 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. അപ്പോൾ ഇതേ അളവ് തന്നെ നമുക്ക് വെള്ളം ചെയ്തിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ പഞ്ചസാര മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് മുട്ടൻ്റെ വൈറ്റ് ഇതിലേക്ക് ഒരു സ്പൂണ് അത്രയും മതി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ പഞ്ചസാരയുള്ള അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വൈറ്റ് ഒഴിക്കുന്ന സമയത്ത് ഈ പഞ്ചസാര ലായനി ഒന്നായിട്ട് പതഞ്ഞ് വരും. ആ പതഞ്ഞ് വരുന്ന നമുക്ക് കോരി മാറ്റാം. എന്നതിന് ശേഷം നമുക്ക് ഈ മുട്ടയുടെ മഞ്ഞ നമുക്കിതിലേക്ക് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ പഞ്ചസാര ലായനി നന്നായിട്ട് ബബിൾസ് ഒക്കെ വന്ന് തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് എഗ്ഗിൻ്റെ വൈറ്റ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത എഗ്ഗിൻ്റെ വൈറ്റ് നന്നായിട്ട് പതിഞ്ഞ് ബബിളായി വരും. അപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കണേ. അപ്പോൾ ആ സമയത്ത് നമ്മളിത് കോരി മാറ്റണം. ഇത് പഞ്ചസാരയിലെ വേസ്റ്റാണ്. ഇനി നമുക്ക് ചെറിയൊരു ബൗളിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സംഭവം ഇതിലേക്ക് നമ്മളിങ്ങനെ റൗണ്ടാക്കി ചുറ്റിച്ച് കൊടുക്കുന്ന സമയത്ത് പഞ്ചസാര ഇത് കോരി എടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഇങ്ങനെ കൊടിഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ പഞ്ചസാരൻ്റെ കൺസിസ്റ്റൻസി മാറിപ്പോവും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുക. അപ്പോൾ ഫ്ലെയിം കൂടുന്നതനുസരിച്ച് നമ്മൾ നേരത്തെ ആക്കി ആ പതഞ്ഞുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കുക. ഇത് ചുറ്റിക്കണ സമയത്ത് മാത്രം ഫ്ലെയിം കൂട്ടിയാൽ മതി.
ഇതാ ഞാൻ ഫ്ലെയിം കൂട്ടിയിട്ടുണ്ട്. ഇനി ഈ ബബിൾസ് വരുന്ന ആ സ്ഥലത്തേക്ക് മാത്രം ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി. ഒരു 1-2 സെക്കൻഡ് വെച്ചാൽ മതി. അപ്പോൾ ഇത് കോരി എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷമാണ് കേട്ടോ കോരിയേണ്ടത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ റൗണ്ടും ചുറ്റിച്ച് കൊടുക്കാം. നമ്മൾ കോരിയിടുന്ന ആ പ്ലേറ്റ് ഒന്ന് ചെരിച്ച് വെക്കണം. ചെരിച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഈ പഞ്ചസാര ലായനി ഇത് അവിടെ ഇങ്ങനെ ഒന്നായിട്ട് പെട്ട കെട്ടി പോലെ ഒന്നായിട്ട് ഇത് നമുക്കിത് മുട്ട മാലയാണല്ലോ. അപ്പം മാല പോലെ നിൽക്കണമെങ്കിൽ ഈ പഞ്ചസാര ലായനി പ്ലേറ്റിലേക്ക് ഇതിൻ്റെ ബാലൻസ് വരുന്നത് ഇങ്ങോട്ട് ഒഴിഞ്ഞു പോകണം. അപ്പോൾ ഒന്ന് പ്ലേറ്റ് ഒന്ന് ചെരിച്ച് വെക്കണം. അപ്പോൾ ഇനി ജസ്റ്റ് ഇതൊന്ന് കുടഞ്ഞിടണം. അപ്പോഴാണ് നമുക്ക് മുട്ടമാലയുടെ ആ കറക്റ്റ് കൺസിസ്റ്റൻസി വരിക. അപ്പോൾ കോഴിക്കോട്ടുകാരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മുട്ടമാല ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റും, സിമ്പിളാണ്. മുട്ടമാലയൊക്കെ റെഡി ആയില്ലേ? അതെ. ശരി, എന്തായാലും നമ്മൾ ഭയങ്കര ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് തീർച്ചയായിട്ടും കേരളത്തിലുള്ള എല്ലാവരും മുട്ടമാല ഉണ്ടാക്കും. താങ്ക് യു സോ മച്ച്.